ഒപ്പം രക്ഷിതാക്കളും പ്രതിസ്ഥാനത്തു. ബൈക്ക് അപകടങ്ങളിൽ പരിക്കേൽക്കുന്ന കുട്ടികളുടെ ചികിത്സയിലെ പ്രതിസന്ധികൾ എന്തെല്ലാം? ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭമാണ് കുട്ടികൾ ആക്സിഡൻ്റായിട്ട് വരിക, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു അപകടം സംഭവിക്കുമ്പോൾ നമ്മളും അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ്. മുതിർന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണം അറിയിക്കുന്ന ആ ഒരു രീതിക്ക് നമ്മൾക്ക് കുട്ടികളുടെ മരണം പറയാൻ പറ്റില്ല. അപ്പം അവരുടെ മാതാപിതാക്കളോട് ഒരുപാട് നേരം സംസാരിച്ച് ആ ഒരു വഴിയിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് അവരുടെ മരണം പറയാൻ പറ്റൂ. കുട്ടികളിൽ കഴുത്തിലുണ്ടാകുന്ന 5% ഒരു ചാൻസാണ് കുട്ടികൾക്ക് കഴുത്തിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുള്ളത്. പക്ഷെ കഴുത്തിൽ ഇഞ്ചുറി വന്നാലും അത് ഫേറ്റൽ അല്ലെങ്കിൽ കുറച്ച് മാരകമാകാൻ സാധ്യതയുണ്ട്. എഗെയിൻ കുട്ടികളുടെ കഴുത്തിലെ നെക്ക് മസിൽസ് കുറച്ചുകൂടെ വീക്കാണ്. അപ്പോൾ ഈ പറയുന്ന ഫോഴ്സ് വരുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു മൊമെൻറ്റം, ഈ തല വലുതായതുകൊണ്ട് തന്നെ ആ മൊമെൻറ്റം കാരണം ഈ പറയുന്ന കഴുത്തിലെ എല്ലുകൾ ഫ്രാക്ചർ ആകാനും അവിടേക്കൂടെ പോകുന്ന സുഷുമ്ന നാഡിയിൽ ഈ ഇഞ്ചുറി വരാനും കൈയും കാലും തളർന്നു പോകാൻ ഈവൻ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഹെഡ് ഇഞ്ചുറി തന്നെ ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലീഡിംഗ് മാറ്റാനായിട്ടുള്ള എമർജൻസി സർജറീസ് ഒക്കെ ചെയ്താൽ തന്നെയും അവർ റിക്കവർ ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. ചിലപ്പം അവർക്ക് ബെഡ് റിഡൻ ആയി പോകാൻ, എന്ന് വെച്ചാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നേക്കുമായി ഇല്ലാതായി പോകുന്ന രീതിയിൽ ഒരു ജീവച്ഛവമായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപകടം നടന്നാൽ ആദ്യത്തെ 1 മണിക്കൂറിനെ ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റിന്റെ റോൾ എന്തെല്ലാം? കുട്ടികളുടെ കാര്യത്തിൽ ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് പങ്കുവെക്കേണ്ടി വരുന്ന ഡോക്ടർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാം? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ശാസ്ത്രീയമായ ഉത്തരങ്ങളും കുട്ടികൾക്കും ഒപ്പം രക്ഷിതാക്കൾക്കുമുള്ള കർശന മുന്നറിയിപ്പുകളുമായി അവർ എത്തുന്നു. 2 വീലറിൽ പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 20 കിലോമീറ്റർ കൂട്ടാം. 20 കിലോമീറ്ററിന് താഴെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ബാലൻസ് വേണം, അയാൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ബാലൻസ്. ആ 20 കിലോമീറ്റർ സ്പീഡിൽ പോകുക ജീവിതകാലം കൺകുളിർക്കെ കാണാൻ, മക്കളെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ പ്രേക്ഷകരെ നിങ്ങൾ കാണുക നേർരേഖ.